ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗണേശ ചതുർത്ഥിക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്പോഴൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് അവിടെ ബാംഗ്ലൂരിൽ ഗണപതിയുടെ നിറയെ വിഗ്രഹങ്ങളിങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അവരിതാ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൽ പെയിൻറ്റിങ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പിള്ളയാർപ്പെട്ടി, ഗണപതിയുടെ വിശേഷപ്പെട്ട ഒരു അമ്പലമാണ്. പിള്ളയാർപ്പെട്ടി എന്നുള്ള സ്ഥലത്തിലുള്ള അമ്പലം തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഈ വീഡിയോകളും അതിൽ ചേർത്തതാണ്. ഗണപതി കുറേ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവർ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. ഇഷ്ടം പോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഗണപതികളുമുണ്ട്, അല്ലാതെ നമ്മുടെ മണ്ണിൻ്റെ കളറിലുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയത് അതുമുണ്ട്, അല്ലാതെ പെയിൻറ്റ് കൊണ്ടുണ്ടാക്കിയതുമുണ്ട്. കുറേ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവിടെ ബാംഗ്ലൂരിലൊക്കെ വളരെ വിശേഷമായി തന്നെ ചതുർത്ഥിക്കൊക്കെ അവർ പൂജയൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ വിഗ്രഹങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജയൊക്കെ ചെയ്ത് പിന്നെ അത് ഇതിൽ കൊണ്ട് ഒഴുക്കും. നദിയിലോ പുഴയിലോ അല്ലെങ്കിൽ ലേക്കിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയാറുണ്ട്. ചിലർ വീട്ടിൽ തന്നെ ഈ മണ്ണിൻ്റെ വിഗ്രഹങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അതിൽ പെയിൻ്റൊന്നുമില്ലെങ്കിൽ നമ്മുടെ ബക്കറ്റിലോ വല്ല വെള്ളം വെച്ചിട്ട് അതിൽ താഴ്ത്തി വെച്ചിട്ടും അങ്ങനെയും കളയാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന്, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പിള്ളയാർപ്പെട്ടി കൊഴുക്കട്ട മോദകം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ചെറുപരിപ്പ് അതൊരു 1/4 കപ്പ്, അതും വേറെ വേണം. രണ്ടും വെള്ളം ചേർത്ത് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാറ്റിയിട്ട് നമുക്ക് ഇതുപോലൊരു തുണിയിൽ പരത്തി വെക്കണം. ഒരു അരമണിക്കൂർ പരത്തി വെച്ചാൽ മതിയാകും. വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ ഒന്ന് നമുക്ക് ഒരു ക്രിസ്പായി വരണം, അത്രയേ ഉള്ളൂ. അല്ല ആ നനവൊക്കെ പോയിട്ട്. അതേപോലെ അരിയും നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. 2-5 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് അരിയുടെ കളർ വെളുപ്പായി തന്നെ ഇരുന്നാൽ മതിയാകും. കളർ ചേഞ്ച് ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് അതിന് ശേഷം ഒന്ന് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം അരി ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ആ പരിപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. നൈസായിട്ട് പൊടിക്കാൻ പാടില്ല, തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. റവയുടെ കൺസിസ്റ്റൻസിയിൽ റവയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് തരിതരിപ്പായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിയും 1/4 കപ്പ് ചെറുപരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് വെള്ളം ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം, കട്ട പിടിക്കാതെ. ഇത് നല്ലപോലെ കട്ടിയാവുന്ന വരെ നമുക്കത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് അരിയും പരിപ്പും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നല്ലപോലെ കട്ടിയാവും. അതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ശർക്കര രണ്ടും കൂടെ അരിയും
പരിപ്പും കൂടെ 1.25 കപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1.25 കപ്പ് വേണമെങ്കിലും ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1.5 കപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ശർക്കര ഇതിലിപ്പോൾ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കല്ലും പൊടിയും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ശർക്കര അതിലേക്ക് നേരിട്ട് ചേർത്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്ന് കട്ടിയാവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളമാവും. പിന്നെ അത് വീണ്ടും കട്ടിയാവുന്ന വരെ നമുക്കിത് ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ, 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ ഏലക്കായ പൊടിച്ചതും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഈ കൊഴുക്കട്ടയ്ക്ക് നല്ല സ്വാദാണ് കേട്ടോ, വളരെ നല്ല സ്വാദുള്ളൊരു കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു സ്നാക്കായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഉരുട്ടിയെടുക്കുക, ഇതുപോലെ ചെറിയ ചെറിയ കൊഴുക്കട്ടകളായിട്ട്. എന്നിട്ട് നമുക്കിത് ആവിയിൽ വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പിള്ളയാർപ്പട്ടി സ്പെഷ്യൽ കൊഴുക്കട്ട റെഡിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ആവിയിലേക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.